എം സ്വരാജിൻ്റെ വാക്കുകളെക്കുറിച്ച് അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കാൻ ഷമി പ്രഭാകർ അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിൽ നിന്ന് ചേരും. യെസ് ഷമി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടാണ് പ്രചരണ പരിപാടികൾക്ക് എം സ്വരാജ് തുടക്കം കുറിക്കാനുള്ളത്. ഇന്നും ആ പതിവ് തെറ്റിയില്ല, നിരവധി കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഏറ്റവും പ്രധാനമായത് സാംസ്കാരിക പ്രവർത്തകർ, എം സ്വരാജിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത് വന്നത് പലർക്കും ഇഷ്ടമായിട്ടില്ല ഷമി. അതിൻ്റെ വലിയ വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിലമ്പൂർ ആയിഷ പങ്കെടുത്ത പരിപാടിയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളൊക്കെ ആയി പല വലതുപക്ഷ മാധ്യമ ഹാൻഡിലുകളിൽ നിന്നും ഉയരുന്നത്. തീർച്ചയായും വിനീഷ, ഏതാണ്ട് 80 വയസ്സുള്ള ആയിഷ തേവരെ ആക്ഷേപം പറയുന്ന തരത്തിലേക്ക് കേരളത്തിലെ വലതുപക്ഷ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പോകുന്നു എന്നുള്ളതാണ്. ആ വിഷയമാണ് ഇന്ന് സ്വരാജ് പ്രധാനമായിട്ടും പറഞ്ഞത്. എത്രമാത്രം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് നിലമ്പൂർ ആയിഷയെ പോലെയുള്ള ഒരു കലാകാരി ഈ മേഖലയിൽ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. സ്റ്റേജിൽ വെച്ച് അവരെ വെടിവെച്ച് കൊല്ലാൻ പോലും ശ്രമിച്ചതാണ് യാഥാസ്ഥിതികവാദികൾ. അതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകയായി നിലമ്പൂർ ആയിഷ നിൽക്കുന്നത്. ആ അമ്മയെപ്പോലും വളരെ മോശം പദങ്ങൾ കൊണ്ട് ആക്ഷേപിക്കാനും അവരെ തെറി പറയാനും അടക്കം ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ, വലതുപക്ഷ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ആ കാര്യങ്ങളാണിന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അത് ആരെ പിന്തുണയ്ക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. അത് നിങ്ങൾ അങ്ങനെ പിന്തുണയ്ക്കാൻ പാടില്ല എന്നൊരു സമീപനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല. പച്ച തെറിയും ആക്ഷേപവും പറഞ്ഞുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എം സ്വരാജ് പറയുന്നത്. എല്ലാ കാലത്തും സാഹിത്യ സൃഷ്ടികൾ അതാത് കാലഘട്ടത്തിൻ്റെ പ്രതിരൂപമായി മാറിയിട്ടുണ്ട്. പല കലാസൃഷ്ടികളും സാമൂഹ്യ മാറ്റത്തിന് വലിയ പ്രചോദനമായിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് വന്ന സാഹിത്യ സൃഷ്ടികളെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളൊക്കെ ഈ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രം സ്വരാജിന് അനുകൂലമായി സാഹിത്യകാരന്മാർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ അവർക്കെതിരെ വളരെ മോശപ്പെട്ട പദങ്ങൾ കൊണ്ട് അവരെ സംബോധന ചെയ്യുക, അവർക്കെതിരെ ഇല്ലാത്ത അധിക്ഷേപങ്ങൾ പറഞ്ഞു വരുത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രായമുള്ള നിലമ്പൂർ ആയിഷയ്ക്കെതിരെ പോലും ആ രീതിയിലൊരു സൈബർ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത് സംബന്ധിച്ചൊരു പ്രതികരണത്തിലേക്ക് സ്വരാജിന് പോകേണ്ടി വന്നത്. എല്ലാ മനുഷ്യൻ്റെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. ഇനിയിപ്പോൾ നാളെ മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഇവിടെ പ്രചരണത്തിനായി വരുന്നൊരു സാഹചര്യമുണ്ട്. അവിടെയും അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ചില ആൾക്കാർ ബോധപൂർവം വികസന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചിടുവാൻ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അതാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. നവകേരള സൃഷ്ടിയെ സംബന്ധിച്ച് LDFന് ഒരു കാഴ്ചപ്പാടുണ്ട്, കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുക എന്നുള്ളതാണ് LDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ UDF ഇതുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമീപനം വിവാദങ്ങൾ സൃഷ്ടിക്കുക, ജനകീയമായ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുകൊണ്ട് മറ്റ് വർഗീയമായ തലത്തിലേക്ക് ഈ ചർച്ചകളെ കൊണ്ടുപോകാനുള്ള വലിയ പരിശ്രമം UDFൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത് ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള വിഷയം കൂടി സ്വരാജ് പറയുന്നുണ്ട്. എങ്ങനെയും ജനകീയമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുക എന്നൊരു അജണ്ടയിലേക്ക് ചിലർ പോകുന്നുണ്ടോ എന്ന സംശയം കൂടി അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ LDFനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്, കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ വിഷയമാണ്, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയം ആശമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്. ആശമാർ, കേരളത്തിലെ ആശമാരിൽ ഏതാണ്ട് 80-90% ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരാണ്. 1000 രൂപ മാത്രമുണ്ടായിരുന്ന അവരുടെ ഇൻസെൻറ്റീവ് 7000 രൂപയായി വർദ്ധിപ്പിക്കുകയും ഏതാണ്ട് 13,000 രൂപയോളം ഒരു മാസം അവർക്ക് ലഭിക്കുന്ന തരത്തിലേക്ക് അവരുടെ വേതനത്തിൽ മാറ്റം കൊണ്ടുവരികയും ചെയ്തത് ഇടതുപക്ഷ സർക്കാരാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്കാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. അതിൻ്റെ നന്ദിയും സ്നേഹവും കേരളത്തിലെ ആശാവർക്കർമാർക്കുണ്ട്. എന്നാൽ ചിലർ ആശമാരുടെ പേരിൽ നടത്തുന്ന സമരത്തെ കാര്യമാക്കുന്നില്ല. അവർക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്, അവരുടെ രാഷ്ട്രീയമാണ് അവർ പ്രകടമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില സമരങ്ങൾ ഉയർന്നു വരും. പക്ഷേ കേരളത്തിലെ സാധാരണപ്പെട്ട ആശാമാർ, അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ ഇൻകം
വരുമാനത്തെ സംബന്ധിച്ച് വലിയ മാറ്റമുണ്ടാക്കിയ ഇടതുപക്ഷ സർക്കാരിനോട് അവർക്ക് സ്നേഹവും നന്ദിയുമുണ്ട്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ഇത്തരം ആശമാർ എത്തി തന്നെ സ്വീകരിക്കുന്നുണ്ട്. അവർ ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്വരാജ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. വിനീഷ്. ശരി, എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയായിരുന്നു ഷമി പ്രഭാകർ. താങ്ക് യു ഷമി.